ഹലോ ഗൈസ്, ഞാനാണ് ഗ്ലാഡിയേറ്റർ ഗെയിമിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ FF CS റാങ്ക് പുഷ്. അപ്പൊ നമ്മൾ റാങ്ക് പുഷ് ചെയ്യാൻ പോവാണ് CS-ല്. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ പുതിയൊരു മൈക്ക് വെച്ചിട്ടാണ് ഗൈസ് വീഡിയോ പിടിക്കുന്നത്. സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയൂ. പിന്നെ നമ്മളുടെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ ഗൈസ്. എങ്ങനെയുണ്ട് നമ്മളുടെ പുതിയൊരു ഒരു ജാക്കറ്റാണ്, പിന്നെ പുതിയൊരു പാൻറ്റും, പിന്നെ നല്ലൊരു തൊപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ ഒക്കെ കാണാൻ വേണ്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് റാങ്ക് പുഷ് ചെയ്യാം. അപ്പൊ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക. എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും. നല്ലതാവാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല പൈസക്കാണ് ഗൈസ് നിങ്ങൾ വാങ്ങിയത്. ഇത് നമ്മളുടെ ഒരു മിനിറ്റ്, K8 എന്ന് പറഞ്ഞൊരു മൈക്കാണ് ഗൈസ്. വയർലെസ് ആണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ ചെന്ന് വീഡിയോ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് നല്ല സാധനമാണെന്ന് എനിക്ക് തോന്നണേ. ഞാനിപ്പോ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിയുള്ളൂ. പിന്നെ ഇന്നാണ് വീഡിയോ ഉണ്ട്. അപ്പൊ ഒരു മിനിറ്റ്, ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് അറിയില്ല, കുത്തി വെച്ചോണ്ടായിരിക്കും. നമുക്ക് ഈ വീടിന്റെ ഉള്ളിൽ പോവാം. വീടിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പുറത്തേക്കൊന്ന് നോക്കാം. വീടിന്റെ റൂഫിന്റെ മുകളിലാണെന്ന് തോന്നുന്നു ഗൈസ് ആളുള്ളത്. നമുക്ക് വേഗം കയറി പോവാം അങ്ങോട്ട്. അപ്പൊ ഗൈസ് വേഗം കയറാം നമുക്ക്. ആളങ്ങോട്ട് കേറിപ്പോയിണ്ട്. നമ്മളെ കണ്ടുണ്ടാവോ? അപ്പൊ നമ്മള് ഹെഡ് ഷോട്ട് അടിച്ചു വിട്ടിട്ടുണ്ട്. ഹെഡ് ഷോട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെ പറയും. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഹെഡ് ഷോട്ട്? അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടാണ്. ഹാങ്കറിലാണ്. ഏത് തോക്കെടുക്കും? എന്തെടുക്കാം? നമുക്ക് AK-47. നമ്മള് AK-47 എടുത്തിട്ടുണ്ട്. AK-47 അല്ല, AK-47. വേഗം നമുക്ക് കേറാം. എനിമിണ്ട്. എടാ, എനിമിക്ക് എങ്ങനെയാണ്? ഓ, ഞാൻ വിചാരിച്ചില്ല അങ്ങനെയൊക്കെ നടക്കുന്നു. അതെന്നാവോ. എടാ എന്തോ ഇത്? ചേടാ, എന്താന്ന് പറയാ, നമ്മള് വയർലെസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ C ടൈപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റൂല നല്ലോണം. അവിടെ ഇങ്ങനെ ഇരിക്കണോണ്ട് ഫയർ ബട്ടൺ അടിക്കാൻ പറ്റുള്ളൂ എനിക്ക്. അതുകൊണ്ട് എന്താന്ന് അറിയില്ല, കളിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കുഴപ്പമില്ല, നമുക്ക് ട്രെയിനിങ് ചെയ്യാം. അതിനായിട്ടുള്ള ഒരു ട്രെയിനിങ്. എന്റെ സ്നൈപ്പറിന്റെ കാര്യം ഇങ്ങനെയാവോ? അല്ല, ഇത് കാരണേ സ്നൈപ്പർ പോകുന്നു തോന്നും. സ്നൈപ്പറിന്റെ വിളി പോവും ചിലപ്പോ. അപ്പൊ ഞാൻ ഇപ്പൊ ഇട്ട സ്കില്ല് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ലോബി പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇട്ട സ്കില്ല് ഒരു V ബാച്ച് ആള് പറഞ്ഞിട്ട് ഞാൻ ഇട്ടേക്കുന്നതാണ്. അപ്പൊ ആ സ്കില്ല് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല സ്കില്ലൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ബാക്കി അതിലത്തെ ആക്റ്റീവും പിന്നെന്താ പറയണേ, എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാം. ഡബിൾ എടുക്കാന്ന് തോന്നുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ. അത് വേണ്ട നമ്മൾ പൈസ സേവ് ചെയ്ത് വെക്കണം. വേറെ ഒന്നിനും നമ്മൾ പൈസ കൊടുക്കണമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പൈസ സേവ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കേറാൻ വേണ്ടി എനിക്ക് ഭയങ്കര ലാഗാണ് ഇപ്പൊ. പിന്നെ ഭയങ്കര ലാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗ്. ഇപ്പൊ തന്നെ കണ്ട ഭയങ്കര ലാഗാണ് എനിക്ക്. ഉണ്ടായിരുന്നു ഒരു എനിമി അവിടെ നിന്നുണ്ടായിരുന്നത്. അതാണ് ഗൈസ് പണി. എടാ AWM ഒടുക്കത്തെ അടിയണ്ടാ. പൊക്ക് അത്രേ ഉള്ളു. നമ്മളെ ടീമേറ്റ് നമ്മളെ പൊക്കണുണ്ട്. ഓക്കെ നൈസ്. അപ്പൊ വിക്ടറി ആണെന്ന് തോന്നുന്നു. വിക്ടറി ഇല്ല നമുക്ക്. എടാ എനിക്ക് ഇഷ്ടമുള്ള ബാക്കിന്ന് വന്ന് അടിക്കുന്നത്. എടാ എന്തുവാടാ ബാക്കിന്ന് വന്ന് അടിച്ചാണ്. ഒരാളുള്ളൂ. അയ്യോ, എന്ത് ചെയ്യും നിങ്ങൾ തന്നെ പറ. യു ക്യാൻ ഡു ഇറ്റ്. എനിക്ക് പറ്റും. എനിക്ക് കളിക്കാൻ പറ്റും. ബ്ലൂ ഇല്ലേ? എടാ മലയാളി മലയാളിയാണല്ലോ AWM വെച്ച് പിടിക്കണേ. അപ്പൊ നമുക്ക് AWM വെച്ച് പിടിച്ചാലോ? അത്ര താങ്ക് യു. നമുക്ക് നമുക്കത് ഇൻചാൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. AWM നമുക്ക് ഇൻചാൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു കൊടുത്തേ. അത്രേ ഉള്ളൂ. താങ്ക് യു. ഇനി എങ്ങനെ കളിക്കുന്നതാണ്. കാരണം ആ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല മൈക്കിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് പാടാ കളിക്കാൻ. നോക്കട്ടെ, കളിക്കാം. അവിടെ ആരോ ഉണ്ട്. അവിടെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, ബോൺഫയർ. അത് മറ്റേ സംഭവം സ്പൈഡറിന്റെ സംഭവം അവിടെ വെച്ചാണ്. ഓ ടെക്നോളജിയാ. ഞാൻ വേഗം അങ്ങോട്ട് പോട്ടെ. പിള്ളേരെല്ലാവരും അടിച്ചിട്ടുണ്ട്. ഓടാ വന്നേ. അവിടെ ഒടുക്കത്തെ AWM പ്ലെയർ ആണ് കേട്ടോ. ഞാൻ നോക്കട്ടെ. റിവ്യൂ ഇല്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. വെയിറ്റ് ചെയ്യേ. ഓക്കെ തീർന്നു. അവൻ തീർന്നു. ഈ കളി കഴിയട്ടെ. അതനാവോ. ഒരു മിനിറ്റ്. പൊക്ക ഒരു മിനിറ്റ്. അവിടെ എന്തോ ഇടിയാണോ AWM വെച്ചിട്ട്. വെയിറ്റ് ആക്കട്ടാ. അവിടെ ഒന്ന് ഇത് ശരിയായി.
മൈക്ക് ഊറിന്റെ വരും. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. അത് പറ്റില്ലല്ലോ, അവനെ AWM വെച്ച് കളിക്കാണ്. എന്നിട്ട് പരിപാടിയാ, AWM മാത്രം എടുക്കണം. എന്താ ഇതാണ് മറ്റേ മലയാളി. അതാടപ്പാ എടാ ബാക്കിന്ന് എനിക്ക് ഇഷ്ടമുള്ള അടിക്കാൻ തോന്നുന്നു. ഗ്രനേഡ് എറിയണ പിന്നെ കിട്ടിയത് തന്നെ. പക്ഷെ നമ്മൾ ചത്ത് ഗൈസ്. റാങ്ക് പുഷ് വേണ്ട, നമുക്ക് ലോങ് വുൾഫ് കളിക്കാം ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഈ മൈക്ക് സെറ്റ് ചെയ്തിട്ടുള്ളൊരു റാങ്ക് പുഷ് അത് ശരിയാവില്ല. നമുക്ക് എന്തായാലും ഇപ്പൊ ലോങ് വുൾഫ് കളിക്കാം. എന്നിട്ട് റാങ്ക് ഒക്കെ മൈക്ക് ഓഫ് ചെയ്തിട്ട് പുഷ് ചെയ്യാം. അതാ നല്ലത്, അല്ലാണ്ട് പറ്റില്ല. അയ്യോ എന്റെ AWM മിസ് ചെയ്യടാ. അപ്പൊ നമുക്ക് നമ്മുടെ ലോങ് വുൾഫ് കളിക്കാം ഗൈസ്. ലോങ് വുൾഫ് വെയിറ്റ് എന്താ നല്ലത്. യെസ് ഗൈസ്, നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമുക്കത് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഒരു മിനിറ്റ്. എടാ ഞാൻ ഞെക്കി പിടിക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഞാൻ ഞെക്കി പിടിച്ചിട്ട് കളിക്കുന്നത്. സൈഡില് എന്തത് അവൻ ടീം അപ്പ് വിളിക്കണ. എടാ ടീം അപ്പ് കൊടുക്ക്. SK മാറ്റാര ആണെന്താ പേരല്ലേ. വെയിറ്റ് അമ്മാരെ അടിക്കല്ലോ. അതിനെന്തോ ഉന്നം വെച്ചേക്കണാണ്. നെറ്റിലാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് ബാക്കിലോട്ട് കാണാൻ പറ്റും. നിനക്ക് അവിടെ ഇമോട്ട് അടിക്കണടാ. കണ്ട അവൻ മറ്റവന് കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ ഇന്ന് ടീം അപ്പിന് ചോദിക്കാം. ഒരു മിനിറ്റ് കേട്ടോ. അവന് അത് അടിച്ചിട്ടാ, മറ്റേ വെള്ളൊരു ഡ്രസ് ഇട്ടാണില്ലേ. അവനെവിടെ പോയി? മറ്റവനെടുക്കൂടെ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഒരു സന്തോഷ വാർത്ത പറയാൻ മറന്നു. ഞാൻ 1 year old പ്ലെയർ ആണ്. അപ്പൊ ഞാൻ പോവാണ്. ടാറ്റ. ഞാൻ മരിച്ചിട്ടുണ്ട്. ഞാൻ മരിക്കട്ടെ.
ആദേവാദോദാവ് ആനേവാനവനാവ്. അയ്യോ പെട്ടാ. എടാ ഇവൻ പോടാ. പെട്ടെന്ന് പറഞ്ഞാൻ പെട്ടുപോയി. പെട്ടെന്ന് പറഞ്ഞ പെട്ടു. എന്ത് ചെയ്യും? കുഴപ്പമില്ല, നമ്മളെ സ്ട്രാറ്റജി എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. അവനവിടെ അതന്നെ മറ്റേ ചെറുക്കൻ തന്നെ അവിടെ ഉണ്ട്. ഇറങ്ങ് വാദോ watching in the fading pond. ഒരു മിനിറ്റ് ഗൈസ്, വെയിറ്റ്. ലെറ്റ്സ് ഗോ. ആരാടി കണ്ടിട്ടെന്നെ പോയി? ചാണ പരിപാടി നോക്കല്ലേ? ഓ ഗൈസ് 6-7 അത് കണ്ടായിരുന്ന ഗൈസ്? 6-7 ഹാർട്സ്. അടാ നമ്മളെ ട്രാപ്പ് ചെയ്തു. അവൻ നടുക്ക് പോയി നിന്ന്, അവൻ ചാവാണ്ടിരിക്കാൻ. ഒരു മിനിറ്റ്. ഇനി നമുക്ക് ട്രാപ്പ് ചെയ്യാം. വെയിറ്റ്. ഇതിങ്ങനെ ക്രൗച്ച് ചെയ്യാൻ പറ്റില്ല. ക്രൗച്ച്. ബ്രോ ഇത് കിടക്ക്. ഓക്കെ ഗൈസ് വെയിറ്റ്. നമുക്ക് മെഡിക്കറ്റ് അടിക്കണം ഗൈസ്. വെയിറ്റ്. നമുക്ക് AW വെച്ച് കളിച്ചു നോക്കിയല്ലേ? എന്നിട്ട് സ്കാസിന്റെ സൗണ്ട്. അതപാതോ. Thank you, bro.
അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കുറെ ലോങ് ആയതുകൊണ്ട് ഞാൻ കളിയുടെ ഇടയ്ക്കാണ് നിർത്തണമെങ്കിലും. അപ്പോൾ അടുത്ത വീഡിയോ കാണാറ് ടാറ്റ ബൈ ബൈ. ദിസ് ഈസ് ഗ്ലാഡിയേറ്റർ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ടാറ്റ. ഓക്കെ ടാറ്റ.